സാധാരണ ഷോപ്പുകൾക്ക് നമുക്ക് ഇത് എത്തണം. അതാണ് നമ്മുടെ എയിം. ഒരു എംപ്ലോയി മുതൽ 1000 എംപ്ലോയീസ് വരെയുള്ള സ്ഥാപനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഒരു പരിധി വരെ ഫ്രീ ആയിട്ടാണ്. സ്റ്റാർട്ടിങ് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഷോപ്പുകൾക്ക് നമ്മളെ പേറോൾ സിസ്റ്റം എത്തണം. അതാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മള് സാസ് പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തു. നമ്മുടെ തന്നെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആണ്, ഒരു സാസ് പ്രൊഡക്റ്റ് ആണ് അറ്റൻഡൻസ് ആൻഡ് പേറോൾ. അതായത് ടോട്ടലെക്സ് അറ്റൻഡൻസ് ആൻഡ് പേറോൾ സോഫ്റ്റ്വെയർ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് വെറും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എംപ്ലോയീസിനും അതുപോലെ തന്നെ HR അല്ലെങ്കിൽ അഡ്മിനോ ഓണറോ ആർക്കാ വെച്ചാൽ അറ്റൻഡൻസ്, പേറോള്, ബാക്കി അവരുടെ ഷിഫ്റ്റ്, ബ്രേക്ക് ടൈം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനും പറ്റിയൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അതൊക്കെ സംഭവം ഓക്കെയാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പോ ഒരു വലിയ റേഞ്ച് ഓഫ് കമ്പനീസിന്റെ അടിയിലാണ് ഈ പേറോളുകളൊക്കെ ഇരുന്ന് കളിക്കുന്നത്. പേറോൾ അറ്റൻഡൻസ് സിസ്റ്റം മാർക്കറ്റിൽ ഒരുപാട് ഉണ്ട്. പക്ഷെ ഇതിൽ എന്തൊരു പ്രശ്നം ഞാൻ കണ്ടെന്ന് വെച്ചാല് സാധാരണ ഷോപ്പുകൾക്ക് നമുക്ക് ഇത് എത്തണം. അതാണ് നമ്മുടെ എയിം. നമുക്കറിയാലോ, നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഷോപ്പുകൾക്ക് നമ്മളെ പേറോൾ സിസ്റ്റം എത്തണം. അതാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. കാരണം അത് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് ഒരു ആള് ഒരു എക്കോസിസ്റ്റമിന്റെ ഉള്ളിൽ കൂടെ പോയാലുള്ളൂ അവിടെ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോ സാധാരണ ഷോപ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? എംപ്ലോയീസ് ആണ്. ഇവര് തോന്നിയ സമയത്ത് വന്നുകൊണ്ട് ഒരു കാര്യം ഇവിടെ നടക്കാൻ പോണില്ല. പക്ഷെ അവർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റോ ഇല്ലായിരുന്നു. കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല, ഷോപ്പാനും ബെനിഫിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയി മുതൽ 1000 എംപ്ലോയീസ് വരെയുള്ള സ്ഥാപനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഒരു പരിധി വരെ ഫ്രീ ആയിട്ടാണ്. സ്റ്റാർട്ടിങ് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് എത്തണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സോഫ്റ്റ്വെയറിനും ഭയങ്കര ഹൈലി പ്രൈസ്ഡ് ആണ്. ഒരു സാധാരണക്കാരനെ കൊണ്ട്, സാധാരണ ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് എന്താണ് അത് അഫോർഡബിലിറ്റിയിൽ ഭയങ്കര മിസ്മാച്ചാണ്, ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അതിക്കാൻ എൻറോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ എൻറോൾ ചെയ്യാൻ പറ്റാത്തത് എന്താ വെച്ചാല് ഞാൻ പല കമ്പനീന്റെ അടുത്ത് നോക്കിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ 25 എംപ്ലോയീസിന്റെ ഒക്കെയാണ് നമ്മുടെ ടീമിൽ ഇപ്പൊ കറണ്ട് ഉള്ളത്. ഈ 25 എംപ്ലോയീസിനെ എനിക്കറിയാം സെർച്ച് ചെയ്യുമ്പോൾ എത്രയാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു? മിനിമം ഒരു 6000 സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് എന്തിന്? അറ്റൻഡൻസിന് മാത്രം. അത് 20 എംപ്ലോയീസിനൊക്കെ വരും. അപ്പൊ എന്താ വെച്ചാല് പല സോഫ്റ്റ്വെയറിലും ഉണ്ട്. ഇതിലൊക്കെ എന്താ വെച്ചാല് സാധാരണക്കാർക്ക് ഇത് കണ്ടാൽ തന്നെ പേടിയാവും. ഒന്നുള്ള കാര്യം അപ്പൊ അവർക്ക് യൂസ് ചെയ്യാൻ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് നമ്പർ അടിക്കുക. കമ്പനിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ നോക്കിയപ്പോ അതിൽ ആ ഫീച്ചർ അതൊക്കെ ഉണ്ട്. എന്നെ കമ്പനിന്റെ കുറെ ഫീച്ചറാണ്. ഈ ഫീച്ചറൊക്കെ പറ്റുന്ന ആർക്കാണ്? സാധാരണക്കാർക്കല്ല. ആർക്കാ? നല്ല വലിയ കമ്പനികൾക്ക് മാത്രം. അപ്പൊ ഇതിനുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഷോപ്പുകാരെ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് ബേസിക് ഫീച്ചേഴ്സ് മാത്രം മതിയാവും. അതെ, അത് സിമ്പിൾ ആയിട്ട് അത് എല്ലാം മനസ്സിലാവുന്ന രീതിയിലേ നമ്മളിലൊരു ഫീച്ചർ നമ്മളെന്താണ് എല്ലാ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. അതില് മനസ്സിലാവാതില്ല. ഇത് സാധാരണ നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് ചെറുകിട കച്ചവടക്കാരെ പ്രൊമോട്ട് ചെയ്ത് അവരൊരു ലാർജ് സ്കെയിലിലേക്ക് അവരെത്തിക്കാം. കാരണം അവര് ഈ ഒരു ചെറിയ രീതിയിൽ നിൽക്കേണ്ടതല്ല. അത് നമ്മളെ ഈ ഒരു അതുണ്ട്. അതെ, ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു ചെറിയ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു എംപ്ലോയിലാണെങ്കിൽ അവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും യൂസ് ചെയ്യണം എന്നാണ്. കാരണം ഇയാൾ ഫുഡ് കഴിക്കാൻ പോവുക, ഇയാളൊന്നും ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ എപ്പോഴാണ് വരിക എന്നുള്ളത് ആർക്കറിയോ? ഇല്ല. അപ്പൊ ഈ കറക്റ്റ് ടൈമിൽ ആ ഷോപ്പിന്റെ ഉള്ളിൽ എത്തുമ്പോൾ മാത്രമേ അവർക്ക് സെൽഫി പഞ്ചിങ് സിസ്റ്റം അവിടെയാണ് വർക്കൗട്ട്. അതിനൊരു ഡിവൈസോ അത് കംപ്ലൈന്റ് ആവണതോ അത് ഇതാവുന്നോ ഒന്നും നോക്കണ്ട. ഫോണിൽ എടുത്തിട്ട് സെൽഫി എടുക്കുക, പഞ്ചിങ് ചെയ്യുക. അത് ആ ലൊക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് ജിയോ ലൊക്കേഷൻ ടൈമില് ആക്ക് നോട്ടിഫിക്കേഷൻ വരും, മെസ്സേജ് വരും പഞ്ചിങ് ചെയ്തു എന്നുള്ള. ആപ്പ് കയറി നോക്കി കഴിഞ്ഞാൽ പോകുന്നത് ടൈമിങ് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് അതിൽ കിട്ടും. അതുവഴി എന്താണ് ഇവിടെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ആവും. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ ഫാദറിന്റെ ഷോപ്പില് ആദ്യം ഒരു പുതിയ ആളൊരു വർക്കിന് എടുക്കുമ്പോ ഓനക്ക് 9 മണിയാണ് ടൈം ഉണ്ടെങ്കിൽ ഓൻ 8:30 എത്തും. പക്ഷെ മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കഴിയുമ്പോക്ക് അത് 9 മണിയിൽ 9:10 ആവും, 9:30 ആവും, 10 ആവും. എന്നിട്ടേ കയറുള്ളൂ. ഒരു തോന്നിയ മതിയാവും പരിപാടികൾ. ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലും അതേപോലെ കയറും. ഇതിനൊക്കെ എന്താണ് അന്ന് ചിലപ്പോ ഈ ചെറുകിട ഷോപ്പുകൾക്ക് ഇപ്പൊ CCTV വെക്കാം, മറ്റു വെക്കാം. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. റിയാലിറ്റി നമ്മൾ നോക്കണ്ട. അത് വെച്ചാൽ അതിനൊക്കെ എത്ര എക്സ്പെൻസ് വരും? 4 ക്യാമറ, അതും ലോ ക്വാളിറ്റി സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ 15,000-20,000 രൂപ കൊടുക്കണം അല്ലേ? എന്നിട്ട് ഇതൊക്കെ നോക്കിയിരിക്കണം. അത് വൈഫൈ ത്രൂ ആണെങ്കിൽ, ഇന്റർനെറ്റ് ത്രൂ ഇത് കണക്ട് ചെയ്തിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ അതിന് വൈഫൈ ചാർജ് ഇതൊക്കെ ആയിട്ട് കൊടുക്കണം. ഇത് അറ്റ് ടൈമില് കാര്യങ്ങൾ നമുക്ക് എന്താണ്
കൺട്രോൾ ഒരു പരിധി വരെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എന്താണ് ഇത് ത്രൂ കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫ് അല്ല അല്ലെങ്കിൽ ഷോപ്പിലെ സ്റ്റാഫിലെ ഫീൽഡ് സ്റ്റാഫിനെ പോലെ നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിലെങ്ങനെ വെച്ചാല് ഒന്നല്ലെങ്കിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷൻ സെൽഫി എടുക്കുമ്പോൾ അവരുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഇത് അവരുടെ വീടാണോ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, എന്ന് ഇവിടുന്നാണോ ക്രോസ് ചെക്ക് ചെയ്യും. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അതിന്റെ അപ്ഡേറ്റ് എടുക്കും. പക്ഷേ എന്നാലും ഇത് വർക്ക് ചെയ്യുന്ന ഡിസിപ്ലിൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ലൈവ് ട്രാക്കിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ഫീൽഡ് സ്റ്റാഫുകള്, ഇപ്പൊ ഫീൽഡ് സ്റ്റാഫ് ആണെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോണ റൂട്ടുകള്, ഇപ്പൊ പല ആൾക്കാർക്കും ഇവർ പോകുന്നുണ്ടോ, ഇവർ റെസ്റ്റ് എടുക്കുന്ന ടൈമുകള്, ഇതെല്ലാം നമുക്ക് എന്താണ് അറ്റ് എ ടൈമിൽ നമ്മുടെ ഡിവൈസിൽ കിട്ടുന്നത് ഒക്കെ ഇതിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മള് പോകുന്ന റൂട്ടുകള്, കിലോമീറ്ററുകള്, എത്ര ടൈമോളം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എപ്പോഴാണ് ഇത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത്. ഇതൊക്കെ ചില ആൾക്കാരൊക്കെ എന്താണ് ചിലപ്പോൾ റെസ്റ്റ് റൂമിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഇവർ പോയതൊന്നും CCTV പോലെ ബാക്ക് കൂടെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രാക്ടിക്കലി പോസിബിൾ ആവാത്ത ഒരു കാര്യങ്ങളാണ്. അപ്പൊ എത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവരെ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ് ഇവർ പോകുന്ന റൂട്ട്. മനസ്സിലായില്ലേ? അത് ഫുള്ളി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് എക്കോസിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇതൊരു അത്യാവശ്യ യൂസേഴ്സിന് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. 5 to 7 എംപ്ലോയീസ് വരെയുള്ളവരൊക്കെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അറ്റൻഡൻസ് സിസ്റ്റം. ഇനി അതല്ല നമുക്ക് അതിൽ 10 പേര് കൂടുതലുണ്ട്, 10 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിൽ മന്ത്ലി പ്ലാൻ വരെ നമ്മൾ അവൈലബിൾ ആയിട്ട് ചെയ്യുന്നു. എന്തിനാണ്? അത്രയും ആൾക്കാർക്ക് ഇത് എത്തണം, ഇത് റീച്ച് ചെയ്യണം. എന്നാലാണ് ഈ ഒരു നമ്മളെ രാജ്യമാണെങ്കിലും ഇതൊക്കെ എലവേറ്റ് ആകാൻ പറ്റുള്ളൂ. ഒരു ഒരു മിനിറ്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ലാഭമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഏറ്റവും മിനിമലൈസ് ചെയ്ത ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് എന്താണ് ഫ്രീ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ വളരെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻസിന്റെ പ്രൈസിങ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. കാരണം ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് ചില ഏരിയ നോക്കുമ്പോൾ. അപ്പൊ സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഷോപ്പുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം കൊണ്ടുവരണം. സ്റ്റാർട്ടിങ് വരുന്ന പ്ലാൻ എത്ര? സ്റ്റാർട്ടിങ് 1000 rupees മുതലുണ്ട് 1 ഇയറിലേക്ക്. പെർ ഇയറിലേക്ക് ഫ്രീ ആണ് അതിലുണ്ട്. അത് പിന്നെ അത് 1 മന്ത്ലി പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 149 രൂപയുള്ളൂ ചാർജ് ചെയ്തുള്ളൂ മന്ത്ലി ബില്ലിംഗ് വരികയാണെങ്കിൽ. പിന്നെ 25 എംപ്ലോയീസിന് വരാൻ പോകുന്നത് ഏകദേശം 2500+ GST ആണ് വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ പൈസ. ബാക്കിയുള്ള കോമ്പറ്റീഷനേക്കാൾ നമുക്കൊരു 3 ഇരട്ടി കുറഞ്ഞ പ്രൈസിലോ അല്ലെങ്കിൽ 4 ഇരട്ടി കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അത്രയും ക്വാളിറ്റിയും അത്രയും റിസർച്ചും ഡെവലപ്മെന്റും ചെയ്തെടുത്ത പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെ ഇത് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇനിയും അതിനെ ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കും. ഇതൊരു വേൾഡ് വൈഡ് ഗ്ലോബലൈസ്ഡ് പ്രോജക്ട്സ് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് മെല്ലെ തുടങ്ങി കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പിന്നെ പലർക്കും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ആൾക്കാർക്കും ട്രയലിന് കൊടുത്തു, അവർക്കൊക്കെ നല്ല ഫീഡ്ബാക്കുകൾ തരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബെറ്റർ ആക്കി നമുക്ക് കൊണ്ടുവരാമി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് പ്യുവർ നമ്മളൊരു 3 വർഷത്തെ എഫേർട്ടിനെ എഗൻസ്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്ട്സ് ബിൽഡ് ആക്കിയിട്ടുള്ളത്, അല്ലേ? നമ്മൾ അത്രയും സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്ത് പല കാര്യങ്ങളും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. 100% നല്ല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ആ ഒരു ഫീലും എല്ലാവർക്കും എന്താണ് കിട്ടും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ടീമിന് അത്ര എഫേർട്ട് ഇതിൽ വന്നിട്ടുണ്ട്. റിസർച്ച് സൈഡിലാണെങ്കിലും ഡെവലപ്മെന്റ് സൈഡിലാണെങ്കിലും ടെസ്റ്റിംഗിലാണെങ്കിലും എല്ലാത്തിലും കുറെ ടൈമോളം ഇൻവെസ്റ്റ് ചെയ്തെടുത്ത പ്രോഡക്റ്റ്. ഐ തിങ്ക് ഇപ്പം ഓൾമോസ്റ്റ് ആപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു 25-30ഓളം അപ്ഡേറ്റ്സുകൾ ഓൾറെഡി ചെയ്തിട്ടില്ലേ? അപ്പൊ അത്രയും അതിൽ കുറെ കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് പല രീതിയിലേക്കുള്ള ആഡ് ഓൺസുകൾ ചെയ്തിട്ട് നിർബന്ധമായിട്ടുള്ള ആവശ്യമുള്ള പ്രൊഡക്ട്സിനൊക്കെ അത്രയും ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ തീർച്ചയായും മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ. അതെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഏറ്റവും എഫിഷ്യൻസി ആയിട്ടുള്ള രീതിയിലേക്ക്. കാരണം ഇവിടെ ഏറ്റവും വേണ്ടത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ആണ് അക്കൗണ്ടിങ് സിസ്റ്റം. അതിനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് മാറിയുള്ള വ്യാപാർ, ബൈബിൾ ബുക്കൊക്കെ നല്ലൊരു കഥ ബുക്കൊക്കെ അതിൽ വരാൻ പറ്റില്ല. ഇവര് നല്ല രീതിയിൽ എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു അക്കൗണ്ട്സിൽ ഭയങ്കരമായിട്ട് മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടു. ഇനി നമ്മൾ വരാൻ പോകുന്ന ഒരു എക്കോസിസ്റ്റം ആണ് അറ്റൻഡൻസ് സിസ്റ്റത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ ഗ്ലോബലൈസ് ചെയ്യാനും
ഇന്ത്യൻ മാർക്കറ്റിനെ അത്രയും എലവേറ്റ് ചെയ്യാനും അതിന് നല്ലൊരു നമ്മളെ ഇന്ത്യന്റെ GDP ഉയർത്താൻ ഇത് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കും. അത്രയും ഇമ്പാക്ട് ഉണ്ട് ഹ്യൂമൻസിന്, ഈ എംപ്ലോയീസ് സൈഡിൽ അത്രയും ഇമ്പാക്ട് ഉണ്ട്. അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെത്താൻ പോകുന്ന പങ്ക്ച്വാലിറ്റിക്ക് അഗേൻസ്റ്റ് നമ്മളതിൽ 1% മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് മോഡൽ പ്രൊഡക്ട്സുകളും സാസ് മോഡലുകളും വീണ്ടും വീണ്ടും എന്താണ് നമ്മൾ കൊണ്ടുവരുന്നുള്ളത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ബെറ്റർ ആക്കാൻ കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അത്രയും അടിപൊളിയാക്കിയിട്ട് നമ്മൾ എന്താണ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മുടെ ടീമിന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. നമ്മൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ നമ്മൾ എന്തായാലും ഔട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നമ്മളെ കണക്ട് ചെയ്ത് അറിയിക്കുക. അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ അറിയിക്കുക. നിങ്ങൾക്ക് മിസ്മാച്ച് തോന്നിയത് റെലവെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അപ്ഡേറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് റെലവെന്റ് ആണെന്നുണ്ടെങ്കിൽ 100% നമ്മൾ തന്നെ എന്താണ് എലിവേറ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം അല്ലേ? ഇത്രയും തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.